പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ കോൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ, അപ്പം ആ ഫംഗ്ഷൻ കോൾ മെക്കാനിസം ആണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ, കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്നും പറയും കേട്ടോ. പാസ് ബൈ വാല്യൂ, call by reference, pass by reference. Okay, so these are the two different function calling mechanism. Okay, നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം നിർബന്ധമായിട്ട്? എന്തൊക്കെയായിരുന്നു വേണ്ടത് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ? മൂന്ന് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. അല്ലേ? ആണോ? റെസ്പോണ്ട് ചെയ്തേ. റെസ്പോൺസ് ഇല്ലല്ലോ. ഹലോ, ഓരോരുത്തർ വിളിച്ച് ചോദിക്കണോ? ഫങ്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പ്രോഗ്രാം ഒക്കെ എഴുതിയില്ലേ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾ അവിടെ ഉണ്ടോ? ഓക്കെ, അപ്പം ആ ഫങ്ഷൻ കോള് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എങ്ങനെയൊക്കെ? കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ, അപ്പം അത് ഒരു എക്സാമ്പിൾ, പ്രോഗ്രാമിന്റെ എക്സാമ്പിളിലൂടെ നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പ്രോഗ്രാം സ്വാപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം സ്വാപ്പ് ചെയ്യുന്ന പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് രണ്ട് ഇൻഡിവിജ്വൽ വാല്യൂസ് ഉണ്ട്, എ ആൻഡ് ബി. സോ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20. ഓക്കെ, ഈ വാല്യൂസ് ആണ് ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ വേരിയബിൾസിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ റണ്ണിങ് ദിസ് പ്രോഗ്രാം ഐ നീഡ് ടു ഗെറ്റ് i is equal to 20 and b is equal to 10. ഇങ്ങനെ നമ്പേഴ്സ് സ്വാപ്പ് ചെയ്ത് കിട്ടണം എനിക്ക്. അങ്ങനെ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എനിക്ക് എഴുതണം. കേൾക്കുന്നുണ്ടോ? ഹലോ, നമ്മുടെ സാധാരണ പ്രോഗ്രാം, പോയിന്റേഴ്സ് ഒന്നും ഇല്ലാത്ത സാധാരണ പ്രോഗ്രാം പറയാം. ഓക്കെ, നമുക്ക് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഈ രണ്ട് ഫംഗ്ഷൻ മെക്കാനിസം പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഈ സ്വാപ്പ് ചെയ്യുന്ന, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് സ്വാപ്പ് ചെയ്യുന്ന പ്രോഗ്രാം എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാപ്പ് ചെയ്യേണ്ട പ്രോഗ്രാം എനിക്ക് എന്താ വേണ്ടത്? ഇൻപുട്ട് ആയിട്ട് എനിക്ക് എ ഈക്വൽ ടു 10 ആൻഡ് ബി ഈക്വൽ ടു 20 കിട്ടണം. ഔട്ട്പുട്ട് ആയിട്ട് എ ഈക്വൽ ടു 20 ആൻഡ് ബി ഈക്വൽ ടു 10. അല്ലെ? എന്റെ വാല്യൂ ബിയിലേക്കും ബിന്റെ വാല്യൂ എയിലേക്കും പോകണം. ഓക്കെ, അപ്പൊ അതിന് എനിക്കൊരു പ്രോഗ്രാം എഴുതണം. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്താ പ്രോഗ്രാമിന്റെ? എന്താ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ലൈൻ എന്താണ്? ഹലോ, ഹാഷ് ഇൻക്ലൂഡ്. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് മാത്രമാണോ? ഹാഷ് ഇൻക്ലൂഡ് പിന്നെ ഹെഡർ ഫയലും കൂടി വേണം അല്ലേ? ഹാഷ് ഇൻക്ലൂഡ് iostream.h, hash include ponyo.h. Okay, okay, then main function void main. void main അകത്ത് എനിക്ക് ആദ്യം എന്ത് എഴുതാം? എനിക്ക് രണ്ട് integer variables വേണം, a and b അല്ലേ? So variable declaration int a is equal to 10, b is equal to 20. Okay, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ ഇതുവരെ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഡിക്ലറേഷന്റെ കൂടെ ഇനീഷ്യലൈസേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു യൂസർ ഇൻട്രാക്ഷൻ പോലെ സി ഔട്ട് എൻ്റർ യുവർ നമ്പേഴ്സ്, സീൻ എ, സി ഔട്ട് എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ, സീൻ ബി എന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങിക്കാം അല്ലേ? ദെൻ എനിക്ക് ഇനി വേണ്ടത് എ ഈക്വൽ ടു 20 ആവണം, ബി ഈക്വൽ ടു 10 ആവണം. എന്ത് ചെയ്യും?
അപ്പം ഇൻഡ് എ ഈക്വൽ ടു 10 ബി ഈക്വൽ ടു 20 എന്ന് പറയുന്ന സമയത്ത് എന്താ ശരിക്കും നടക്കുന്നത്? എ എന്ന് പറയുന്ന വേരിയബിൾ ഒരു മെമ്മറി അഡ്രസ് 1000, ആ വേരിയബിളുടെ അകത്ത് 10 എന്നുള്ള വാല്യൂ അല്ലേ? ആണോ? അതുപോലെ തന്നെ ഇൻറ്റ് ബി ഈക്വൽ ടു 20 പറയുന്ന സമയത്ത് ബി എന്നുള്ള വേരിയബിൾ മെമ്മറി അഡ്രസ് 2000 ആയിക്കോട്ടെ, അസ്യൂം ചെയ്യുന്നതാണ്, വാല്യൂ 20 അല്ലേ? ഈ കാര്യമല്ലേ മെമ്മറിയിൽ നടക്കുന്നത്? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ നെക്സ്റ്റ് വി നീഡ് ടു സ്വാപ്പ് ദീസ് നമ്പേഴ്സ്. എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത് എന്താണ്? എ ഇസ് ഇക്വൽ ടു 20 ആൻഡ് ബി ഇസ് ഇക്വൽ ടു 10. എന്ത് ചെയ്യും? സപ്പോസ് ഐ എം റൈറ്റിംഗ് എ ഇസ് ഇക്വൽ ടു ബി, എന്തായിരിക്കും ഉണ്ടാവുക? എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാല്യൂ ഓഫ് ബി അല്ലെ? ബി എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിൾ ആണ്. ദ വാല്യൂ ഓഫ് ബി ഈസ് അസൈൻ ടു വേരിയബിൾ എ അല്ലേ? ആണോ? അല്ലേ? ഹലോ, എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നല്ലേ അർത്ഥം? ബിന്റെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യുന്നു അല്ലേ? സോ എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്റെ വാല്യൂ എന്തായി? ബിന്റെ 20 അല്ലേ? സ്വാപ്പിംഗ് നടന്നോ? എ ഈക്വൽ ടു 20 ആയി, പക്ഷെ വാല്യൂ ഓഫ് ബി 20 തന്നെയാണ് അല്ലേ? നമുക്ക് എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്? ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എ ഈക്വൽ ടു 20 ആൻഡ് ബി ഈക്വൽ ടു 10 അല്ലേ? അപ്പം ഫസ്റ്റ് തന്നെ എ ഈക്വൽ ടു ബി എന്ന് എഴുതിയാൽ ശരിയാവോ? നമുക്ക് സ്വാപ്പിംഗ് നടക്കോ? എന്റെ വാല്യൂ ഓക്കെ, ബിന്റെ വാല്യൂ എന്ത് ചെയ്യും? പ്രശ്നം വന്നോ? എന്റെ വാല്യൂ ഓവർ ആയിട്ടായി പോയി അല്ലേ? എ ഈക്വൽ ടു 10 എന്നുള്ള ആ 10 എന്നുള്ള വാല്യൂ നമുക്ക് ലോസ്റ്റ് ആയി പോയി അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, സപ്പോസ് ഞാനൊരു ടെമ്പററി വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്യാണ്, ടി. ഓക്കെ, ടി എന്നുള്ള ഒരു ടെമ്പററി വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്തു ഞാൻ. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ആ ടിയിലേക്ക് ഞാൻ എ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ നടക്കുന്ന പോലെ തന്നെ എക്കും ബിക്കും നടക്കുന്ന പോലെ തന്നെ തൊട്ടടുത്ത് ടി എന്നുള്ളതും കൂടി വന്നിട്ടുണ്ട് അല്ലേ? ടി മെമ്മറി അഡ്രസ് ഒരു 3000. എന്താ ചെയ്തിട്ടുള്ളത്? ടി ഇസ് ഇക്വൽ ടു എ അല്ലേ? ടി ഇസ് ഇക്വൽ ടു എന്ന് പറയുന്ന സമയത്ത് ദ വാല്യൂ ഓഫ് എ ഈസ് അസൈൻ ടു ദ വേരിയബിൾ ടി. എന്താണ് എന്റെ വാല്യൂ? 10 അല്ലേ? എന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, okay, so p equal to a means now the variable t has the value 10. Okay, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കൊടുക്കാണ് a is equal to b. ഓക്കെ, a equal to b എന്ന് പറയുന്ന സമയത്ത് എന്തായി? ബിന്റെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്തു. ബിന്റെ വാല്യൂ ആയ 20 എയിലേക്ക് ഓവർ റൈറ്റ് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല, കാരണം എന്താ? നമുക്ക് ടെമ്പററി വേരിയബിൾ ടി ഉണ്ട്, അതിൽ 10 എന്നുള്ള വാല്യൂ ഉണ്ട്. സോ 10 എന്നുള്ള വാല്യൂ ലോസ്റ്റ് ആയിട്ടില്ല. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്തു? ബി ഈക്വൽ ടു 3. ഓക്കെ, സോ എന്തായി? ബിയിൽ 10 എന്നുള്ള വാല്യൂ ആയി അല്ലേ? ഇനി എന്ത് ചെയ്യാം? സി ഔട്ട് ദ വാല്യൂ ഓഫ് എ ആൻഡ് value of a and b are a, b.
get ch. Okay. Value of a and b are എന്ന് പറഞ്ഞിട്ട് എന്റെ ലൊക്കേഷൻ ചെന്ന് നോക്കുമ്പോൾ 20, ബിന്റെ ലൊക്കേഷൻ ചെന്ന് നോക്കുമ്പോൾ 10 സ്വാപ്പ് ചെയ്തു അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇത് സ്വാപ്പിംഗ് യൂസിങ് എ ടെമ്പററി വേരിയബിൾ അല്ലേ? നമുക്കൊരു ടി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, എക്സ്ട്രാ ഒരു വേരിയബിളും കൂടി വേണ്ടി വന്നിട്ടുണ്ട് ഈ സ്വാപ്പിങ്ങിന് വേണ്ടിയിട്ട്. സപ്പോസ് നമുക്ക് ടി എന്നുള്ള ഒരു ടെമ്പററി വേരിയബിൾ ഇല്ലാതെയും ഈ ഒരു സ്വാപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എങ്ങനെ ചെയ്യാമെന്ന്? എന്തെങ്കിലും ഐഡിയ? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു തേർഡ് വേരിയബിൾ ഇല്ലാതെ തന്നെ നമുക്ക് സ്വാപ്പിംഗ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് പ്രീപ്രോസസർ ഡയറക്റ്റീവ്സ് ആൻഡ് മെയിൻ ഫംഗ്ഷൻ, ദെൻ അവർ വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യാം എ ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, എ ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പം ഇപ്പം എന്റെ വാല്യൂ എന്താണ്? എ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ എന്റെ വാല്യൂ എന്താണ്? a equal to 10 plus 20 അല്ലേ? സോ വാല്യൂ ഈസ് a equal to 30 അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് എന്ത് എഴുതാം? b ഈക്വൽ ടു a മൈനസ് ബി എഴുതിക്കൂടെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സമയത്ത് a ഈക്വൽ ടു 30 ആൻഡ് b ഈക്വൽ ടു 20 ആയിരുന്നു വാല്യൂ അല്ലേ? മീൻസ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആവുന്ന സമയത്തോ എന്റെ വാല്യൂല് ചേഞ്ച് ഇല്ല, ബിന്റെ വാല്യൂലാണ് ചേഞ്ച് അല്ലേ? ബിയിലേക്കാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ എ ഇസ് ഇക്വൽ ടു 30 ആൻഡ് ബി ഇസ് ഇക്വൽ ടു 30 മൈനസ് 20 അല്ലേ? എത്രയായി വാല്യൂ ബിന്റെ? ബിന്റെ വാല്യൂ 30 മൈനസ് 20 10 ആയി അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വീണ്ടും എനെ എനിക്ക് മാറ്റണം അല്ലെ? എന്റെ വാല്യൂ 20 ആകണം. എന്ത് ചെയ്താൽ മതി? എ ഈക്വൽ ടു എ മൈനസ് ബി അല്ലെ? ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തായി? എന്റെ വാല്യൂ എ ഈക്വൽ ടു എ മൈനസ് ബി, 30 മൈനസ് 10 അല്ലെ? 30 മൈനസ് 10 20 ആൻഡ് ബിന്റെ വാല്യൂ സെയിം തന്നെ, ബിക്ക് ചേഞ്ച് ഇല്ല. സോ ബിന്റെ വാല്യൂ 10 തന്നെ അല്ലെ? പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? The value of a and b are a, b. ഒരു തേർഡ് വേരിയബിൾ വേണം എന്നില്ല, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? സ്വാപ്പ് ചെയ്യാം അല്ലെ? നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യാം വേരിയബിൾസിന്റെ. ഓക്കെ ആണോ ഈ രണ്ട് പ്രോഗ്രാം? എല്ലാവർക്കും കമന്റ് ചെയ്തേ. ഈ പ്രോഗ്രാം ഒക്കെ നോട്ടിൽ എഴുതണം. കോണ്ടാക്ട് ക്ലാസ് വരുന്ന സമയത്ത് ഞാൻ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും കേട്ടോ. ഓക്കെ, അപ്പം ഇനിയാണ് ഇപ്പൊ നമുക്ക് പ്രോഗ്രാം മനസ്സിലായി, എങ്ങനെ സ്വാപ്പ് ചെയ്യാം, രണ്ട് നമ്പേഴ്സ്, രണ്ട് വേരിയബിൾസിന്റെ നമ്പേഴ്സ് എങ്ങനെ, വാല്യൂസ് എങ്ങനെ സ്വാപ്പ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. ഇനിയാണ് നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോഗ്രാം എഴുതേണ്ടത്. ഓക്കെ, ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എന്തൊക്കെ വേണം? ഫംഗ്ഷൻ യൂസ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ, ഇതാണ് വേണ്ടത് അല്ലേ? ആണോ അല്ലേ?
ഓക്കെ, അപ്പം ഫങ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ സ്റ്റാർട്ടിങ് വിത്ത് preprocessor directory #root iostream.h #root conio.h then void swap എൻ്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണത് കേട്ടോ. വോയിഡ് സ്വാപ്പ് രണ്ട് നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യേണ്ടതാണ്. സോ ഞാൻ എന്ത് ചെയ്തു, രണ്ട് നമ്പേഴ്സ് ഞാൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫംഗ്ഷനിൽ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ യാതൊരു ഡാറ്റയും റിട്ടേൺ ചെയ്യുന്നില്ല, വോയിഡ് ആണ് അല്ലേ, ഡാറ്റ ടൈപ്പ് വോയിഡ് ആണ്. സോ ഈ ഒരു ഫംഗ്ഷൻ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് റിട്ടേൺസ് നോ വാല്യൂ ടു മെയിൻ ഫംഗ്ഷൻ അല്ലേ. ദെൻ സ്വാപ്പ് ഫംഗ്ഷൻ നെയിം ആണ്. രണ്ട് ആർഗ്യുമെന്റ്സ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻറ്റീജർ വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ എഴുതാണ് ഇൻറ്റ് എ കോമ ബി. ഓക്കെ, ഇൻറ്റ് എ കോമ ബി, ദെൻ cout enter the values of A and B. Okay, scene A, B. Okay, വാല്യൂസ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. സോ ഫംഗ്ഷൻ നെയിം പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എ കോമ ബി അല്ലേ. HCHും കൂടി. ഓക്കെ, പ്രോഗ്രാം കഴിഞ്ഞോ? ഹലോ, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞോ? യൂസിങ് ഫംഗ്ഷൻ പ്രോഗ്രാം, സ്വാപ്പ് ചെയ്യുന്ന പ്രോഗ്രാം, യൂസിങ് ഫംഗ്ഷൻ പ്രോഗ്രാം കഴിഞ്ഞോ? ഹലോ, ഇല്ല. എന്തും കൂടി വേണം നമുക്ക്? ഫംഗ്ഷൻ ഡെഫിനിഷൻ കൂടി വേണം അല്ലേ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെയാണ്, ഫംഗ്ഷൻ കോൾ ഇവിടെ ഉണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടി നമുക്ക് വേണം അല്ലേ. സോ നമ്മുടെ ഡിക്ലറേഷനിൽ കൊടുത്ത പോലെ തന്നെ വോയിഡ് ഫംഗ്ഷൻ നെയിം, രണ്ട് പാരാമീറ്റേഴ്സ് അല്ലേ. ഇനി ഇവിടെയാണ് ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം അല്ലേ. അപ്പം ഇവിടെ ഞാൻ ഒരു തേർഡ് ടെമ്പററി വേരിയബിൾ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ടി എന്നുള്ളത് ഈ ഒരു സ്വാപ്പ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻ ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ടി എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾ ആണ്. ഓക്കെ, ദെൻ ടി ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു വൈ, വൈ ഈക്വൽ ടു ടി. വോയിഡ് ആണ് അല്ലേ, തിരിച്ചൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റിസൾട്ട് ഇവിടെ തന്നെ നമ്മൾ കൊടുക്കണം അല്ലേ. ഓക്കെ, അപ്പം cout the values of A and B are X. ഒരു ടാബ് ഇടാം, Y. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് മെയിൻ ഫംഗ്ഷൻ നോക്കാം ആദ്യം.
ഓക്കെ, മെയിൻ ഫംഗ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻറ്റ് എ ബി. ഇൻറ്റ് എ ബി എന്ന് പറയുന്ന സമയത്ത് എ ബി രണ്ട് ഇൻറ്റീജർ വേരിയബിൾസിന് വേണ്ടിയിട്ട് സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സി ഔട്ട് എൻ്റർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഇതങ്ങനെ എൻ്റർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. നമ്മൾ എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കൊടുക്കും, അത് സിസ്റ്റം റീഡ് ചെയ്യും അല്ലേ. പിന്നെ കാണിച്ചേക്കുന്നത് എന്താ? ഫംഗ്ഷൻ കോളാണ്. സ്വാപ്പ് എ ബി അല്ലേ. സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഫസ്റ്റ് വന്നേക്കുന്ന വാല്യൂ എ, സെക്കൻഡ് വന്നേക്കുന്ന വാല്യൂ ബി അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് എ ഇസിക്കൽ ടു 5 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക, ആൻഡ് ബി ഈക്വൽ ടു 2. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം സാപ്പ് ഓഫ് എ കോമ ബി വിളിക്കുന്ന സമയത്ത് നേരെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോവും അല്ലേ. ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് ഇവിടെ പാരാമീറ്റർ ആയിട്ട് ഇൻഡെക്സ് ഇൻറ്റു വൈ അല്ലേ. ഇവിടെ ഈ ഡിക്ലറേഷൻ്റെ സമയത്ത് തന്നെ ഇൻഡെക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്തുണ്ട്? എക്സിന് വേണ്ടിയിട്ട് സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, വൈക്ക് വേണ്ടിയിട്ട് സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഇൻറ്റു ടി എന്ന് കാണുന്ന സമയത്ത് ടിക്ക് വേണ്ടിയിട്ടും സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടി എന്നുള്ള വേരിയബിൾ ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു സ്വാപ്പ് എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ ടി ഈസ് ഇക്വൽ ടു എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ? ഇവിടെ സ്വാപ്പ് ഓഫ് എ കോമ ബി എന്ന് പറയുന്ന സമയത്ത് സ്വാപ്പ് ഓഫ് വാല്യൂ ഓഫ് എ വാല്യൂ ഓഫ് ബി ആണ് പോകുന്നത് അല്ലേ. അപ്പം ഇവിടെ ഈ ഡെഫിനിഷനിൽ ഇൻഡെക്സ് ഇൻറ്റു വൈ അല്ലേ. അപ്പം ഈ എന്റെ വാല്യൂ എക്സിലോട്ടും ബിന്റെ വാല്യൂ വൈയിലോട്ടും പോവും. ഓക്കെ, അപ്പം എക്സിന് എന്റെ 5 എന്നുള്ള വാല്യൂ, വൈക്ക് ബിന്റെ 2 എന്നുള്ള വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ആർഗ്യുമെന്റ് നമ്മൾ അങ്ങനെ പാരാമീറ്റർ പാസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്. എക്സ് ഇസ് ഇക്വൽ ടു എ, വൈ ഇസ് ഇക്വൽ ടു ബി. ഓക്കെ, എക്സ് ഇക്വൽ ടു ബി, വൈ ഇക്വൽ ടു എ ആവില്ല. ഇവിടുത്തെ ഫസ്റ്റ് എ ആണ്, ഇവിടുത്തെ ഫസ്റ്റ് എക്സ് ആണ്. സോ എക്സ് ഇസ് ഇക്വൽ ടു എ, വൈ ഇസ് ഇക്വൽ ടു ബി. ഓക്കെ, അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സിനും വൈനും വാല്യൂസ് കിട്ടി. ദെൻ ടി ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ? നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടിന്റെ വാല്യൂ 5 എന്നായി. ദെൻ എക്സ് ഇസ് ഇക്വൽ ടു വൈ എന്ന് പറയുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ 2 എന്നായി. ദെൻ വൈ ഇസ് ഇക്വൽ ടു ടി എന്ന് പറയുന്ന സമയത്ത് വൈന്റെ വാല്യൂ 5 ആയി അല്ലേ. എന്നിട്ട് നമ്മൾ ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂ ഇവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ കോൾ ബൈ വാല്യൂ മെത്തേഡ്. ഓക്കെ, അപ്പം നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സും ഉണ്ട്, ഫോർമൽ പാരാമീറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ എ ആൻഡ് ബി, ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ ആ വാല്യൂസിന് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. ഈ ഫോർമൽ പാരാമീറ്റേഴ്സ് എക്സ് ആൻഡ് വൈന്റെ വാല്യൂസിനാണ് ചേഞ്ചസ് ഫുള്ള് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സ് എപ്പോഴും ഓർത്തിരിക്കാം. കോൾ ബൈ വാല്യൂ മെത്തേഡ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹലോ, അവിടെ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ, കോൾ ബൈ വാല്യൂ ആ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇത്രയും നാള് ഡിസ്കസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ഓക്കെ, കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കറക്റ്റ് ഫംഗ്ഷൻ കോളിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആക്ച്വൽ പാരാമീറ്റേഴ്സും ഉണ്ട്, ഫോർമൽ പാരാമീറ്റേഴ്സും ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു കേസിൽ ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ആൻഡ് ബി അല്ലേ. ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതോ എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ ചേഞ്ച് വരുന്നില്ല. അല്ലേ,
values of actual parameters are copied to the formal parameters അല്ലേ? ഫോമൽ പാരാമീറ്റേഴ്സിലാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ചേഞ്ചസും വരുന്നത് അല്ലേ? അപ്പം ഈ പോയിന്റ്സ് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കാം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഫംഗ്ഷൻ കോൾ ഫംഗ്ഷൻ വെച്ചിട്ടൊക്കെ ഏത് യൂസ് ചെയ്തിട്ട്, ഏത് ഫംഗ്ഷൻ കോൾ മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? പ്രോഗ്രാം എഴുതിയെടുത്തോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ഹരിത ഇല്ലേ? മനസ്സിലായി? ഡൗട്ട് ഒന്നുമില്ല? മനസ്സിലായി. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു കോൾ ബൈ വാല്യൂ മെക്കാനിസം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഇല്ലേ, അതിലേതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഫുള്ള് കോൾ ബൈ വാല്യൂ മെക്കാനിസം യൂസ് ചെയ്തിട്ടുള്ളതാണ്, കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്തിട്ടുള്ളതല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? void എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലേ? ഫംഗ്ഷൻ യാതൊരു വാല്യൂം മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അല്ലേ? ആണോ? ഇത് നേരെ മറിച്ചൊരു രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിലോ? എങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാണ്, ഒപ്പം ആ ഫംഗ്ഷൻ ആ ഒരു സം, ആ ഒരു വാല്യൂ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ പ്രോഗ്രാം വേണ്ടത്. കേൾക്കുന്നുണ്ടോ? ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാണ്. ഓക്കെ, രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാം അറിയില്ലേ? ഹലോ, എങ്ങനെയാണ് പ്രോഗ്രാം വരുന്നത്? #include iostream.h #include ponyo.h void main അല്ലേ? int a, b, s. okay, cout enter the numbers scene a, b. okay, then s is equal to a plus b. cout sum is s with ch അല്ലേ? ഇതല്ലേ സിമ്പിൾ പ്രോഗ്രാം? സമ്മ് കാണാനുള്ള സിമ്പിൾ പ്രോഗ്രാം അല്ലേ ഇത്? ഹലോ, ഓക്കെ. അപ്പൊ ഇതിന് എനിക്ക് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രോഗ്രാം എഴുതണം.
ഓക്കെ, ഈ ഒരു സിമ്പിൾ പ്രോഗ്രാം എനിക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണം. മാത്രമല്ല എൻ്റെ ഈ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഈ സമ്മ് എനിക്ക് എന്ത് ചെയ്യണം, മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്ത് പോകുന്ന രീതിക്ക് എനിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ പ്രോഗ്രാം? എങ്ങനെ എഴുതും? ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം നമുക്ക്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ബോഡി മീൻസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ, അല്ലേ? ആണോ? ഹലോ ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യാം, എനിക്കൊരു ഫംഗ്ഷൻ വേണം എന്നുള്ളതിന്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കാം, അല്ലേ? ഞാനിപ്പോൾ വോയിഡ് മെയിൻ്റെ മുന്നേ കൊടുക്കുകയാണ്. ഈ ഫംഗ്ഷൻ എങ്ങനെ എനിക്ക് എന്തെങ്കിലും ഡാറ്റ റിട്ടേൺ ചെയ്യണോ അതോ ചെയ്യണ്ടേ? വോയിഡ് ആണോ കൊടുക്കേണ്ടത് ഡാറ്റ ടൈപ്പ്? പറഞ്ഞേ. വോയിഡ് ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല അല്ലേ? അപ്പം ഇന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, കാരണം സം ആണ്, സം ഓഫ് 2 ഇൻറ്റീജർ നമ്പേഴ്സ് ആണ്, അല്ലേ? അപ്പൊ ആ ഒരു സമ്മ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് തന്നെയായിരിക്കും. ഇതിപ്പോ സപ്പോസ് ഫ്ലോട്ട് ആയിരുന്നെങ്കിൽ ഇവിടെയും ഫ്ലോട്ട് ആയേനെ, അല്ലേ? ഇന്റ് സം എന്നുള്ളൊരു വേരിയബിൾ നെയിം ഞാൻ കൊടുത്തു. 2 വേരിയബിൾസ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇൻഡെക്സ് ഇൻറ്റു വൈ എന്നുള്ളതും ഞാൻ കൊടുത്തു. ഓക്കെ, ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷനിൽ ഇൻറ്റ് എ ബി എസ് സി ഔട്ട് ആൻഡ് അതർ നമ്പേഴ്സ് സീൻ എ ബി കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമുക്ക് ഫംഗ്ഷൻ കോൾ ആണ് വേണ്ടത്, അല്ലേ? ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ആ ഒരു വാല്യൂ എന്ത് ചെയ്യണം, നമുക്ക് റിട്ടേൺ ചെയ്യാനുണ്ട്, അല്ലേ? അപ്പൊ എസ് എന്നുള്ള ഈ ഒരു വേരിയബിളിലേക്കാണ് എനിക്ക് സമ്മ് വരേണ്ടതെന്നുണ്ടെങ്കിൽ എസ് ഇസ് ഇക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ, അല്ലേ? ഫംഗ്ഷൻ സമ്മ് പാസ് ചെയ്യുന്ന വേരിയബിൾ വാല്യൂസ് എ കോമ ബി, അല്ലേ? ദെൻ സി ഔട്ട് സം ഈസ് എന്ന് പറഞ്ഞിട്ട് എസ്, അല്ലെ? എസ് ഇസ് ഇക്വൽ ടു സം ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സം ഓഫ് എ ബി ഫംഗ്ഷൻ കോള് ഈ സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യും, ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, ആൻഡ് ദ റിസൾട്ട് വിൽ ബി ഇൻ ദ വേരിയബിൾ എസ്, അല്ലെ? ആ ഒരു റിസൾട്ട് എസ് എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, ദെൻ സി ഔട്ട് സം ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിസൾട്ടിലുള്ള എസ് എന്നുള്ള വേരിയബിൾ കൂടെ കൊടുത്താൽ മതി, റിസൾട്ട് കിട്ടും, അല്ലെ? ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ ബോഡി, ഈ സം എന്നുള്ള ഫംഗ്ഷൻ ബോഡി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെ? ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ. ഓക്കെ, അപ്പം ഇവിടെ സം ഓഫ് എ ബി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ സം ഓഫ് ഇൻഡെക്സ് ഇൻറ്റു വൈ ആണ്, അല്ലെ? എക്സ് ഇസിക്കൽ ടു എ, വൈ ഇസിക്കൽ ടു ബി. വാല്യൂസ് കോപ്പി ചെയ്തു. ഇത് നമ്മുടെ എ ബി എന്നുള്ളത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, എക്സ് വൈ എന്നുള്ളത് ഫോർമൽ പാരാമീറ്റേഴ്സ്, അല്ലെ? ഇനി ഫുള്ള് ഫോർമൽ പാരാമീറ്റേഴ്സിലാണ് ഉണ്ടാവുക, അല്ലെ? ഇവിടെ നമുക്ക് സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് വേറെ എന്തെങ്കിലും വേരിയബിൾ t, okay, t is equal to x plus y, sorry, t is equal to x plus y, t-ലപ്പം എൻ്റെ സം ഉണ്ട്, ആൻഡ് ആ t എനിക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം. സോ റിട്ടേൺ t കഴിഞ്ഞു, അല്ലേ? അപ്പം ഈ ഒരു സമ്മ് എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. a equal to x is equal to a, y is equal to b, then x y വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ടാസ്ക് ചെയ്യാൻ വേണ്ടി എടുത്തു. എക്സ് വൈ ഫോർമൽ പാരാമീറ്റേഴ്സിലെ വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്, അല്ലേ? ദെൻ ആ ഒരു വാല്യൂ ടി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. ഓക്കെ, ആ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഇവിടേക്കാണ് എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ വന്ന് അങ്ങോട്ടേക്കാണ് റിട്ടേൺ ചെയ്യുക. സോ എസ് ഇസ് ഇക്വൽ ടു ടി എന്നുള്ള രീതിയിലാവും. ടി വാല്യൂ ഓഫ് ടി ഈസ് അസൈൻ ടു ദ വേരിയബിൾ എസ്. ഓക്കെ, ദെൻ സം ഈസ് എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ ആണോ? എല്ലാരും പറഞ്ഞേ, കോൾ ബൈ വാല്യൂ ഓക്കെ ആണോ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചന്ദ്രലേഖ, പാർവതി, വൈഷ്ണവി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വൈഷ്ണവി, ചന്ദ്രലേഖ, എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഓക്കെ, ചന്ദ്രലേഖ. ഓക്കെ, അപ്പോൾ അറ്റൻഡൻസ് എടുക്കട്ടെ. അഭിജിത്ത്,
അനുവിന്ദ്, അപർണ, അർച്ചിത, അരുൺ പി കെ, അശ്വീത, ചന്ദ്രലേഖ, ഗോപിക, ഹിപ്സു, ജസീം, പാർവതി, രോഹിത്, അശ്വിൻ രാജ്, ദീപ്തി, ഹരിത, സനില, ശിശിര, സൗമ്യ. സൗമ്യ, സൗമ്യ ആബ്സെന്റ് ആണോ? ഹലോ, ഓക്കെ. സോ ഈ കോൾ ബൈ വാല്യൂ വൃത്തിക്ക് നോക്കുക. കോൾ ബൈ റെഫറൻസ് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഓക്കെ, കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്? വാല്യൂ ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഈസ് കോപ്പീഡ് ടു ഫോർമൽ പാരാമീറ്റേഴ്സ്. ചേഞ്ചസ് ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ആ ഫോർമൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂസിലേ ഉള്ളൂ. ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ ചേഞ്ചസ് ഒന്നും കാണിക്കില്ല. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ഇരിക്കും. ചേഞ്ചസ് വരുന്നത് ഫുള്ള് ഫോർമൽ പാരാമീറ്റേഴ്സിലാണ്. ഓക്കെ, അത് മറക്കരുത്. കാരണം കോൾ ബൈ റെഫറൻസിൽ ഓപ്പോസിറ്റ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പം കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് നാളെ. ഓക്കെ, താങ്ക് യു.